നമസ്കാരം. ടി ടാരോ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ അത് തള്ളിക്കളയുക. നമ്മൾ നോക്കാൻ പോകുന്നത് ശത്രുതാപരമായിട്ട് തടസ്സങ്ങൾ നേരിടുന്നവർക്കും ജീവിതത്തിൽ എന്ത് ചെയ്താലും ഒരു സക്സസ് ആവാത്തവർക്കും തടസ്സങ്ങളാണ്, മുഴുവൻ കാര്യങ്ങളും തടസ്സങ്ങളിൽ പെട്ടിരിക്കുന്നു എന്ന് പറയുന്നവർക്കാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ അവസ്ഥയാണ് ഈ കാർഡ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും തടസ്സമാണ്, മുന്നോട്ടൊട്ടും നീങ്ങുന്നില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നാളെ ആവട്ടെ പിന്നീടാവട്ടെ എന്ന് മാറ്റി വെച്ച് അത് നിങ്ങൾക്ക് ചെയ്യാനാവാത്ത ഒരവസ്ഥ, ഒരു പുരോഗമനവും ജീവിതത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിങ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് ചതിയ, വഞ്ചന, ജീവിതത്തിൽ ഒരു പുരോഗതിയില്ലായ്മ ഒക്കെയുള്ള ഒരു കാർഡ്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് എന്താണ് ഒരു സൊല്യൂഷൻ എന്നാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. സൊല്യൂഷൻ പറയുമ്പോൾ നിങ്ങൾ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളിൽ, അതായത് പ്രാർത്ഥന, ഈശ്വരചിന്ത, മൈൻഡ് ഹീലിംഗ്, ഇതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയും ഇത് പിന്തുടരുകയും ചെയ്യണം. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് തടയാൻ ആളുണ്ട് എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ അങ്ങനെ നിൽക്കേണ്ട ഒരാളൊന്നുമല്ല. മറ്റുള്ളവർ തീരുമാനിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമുക്ക് യൂണിവേഴ്സ് നിശ്ചയിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കുകയും നിങ്ങൾ പ്രാർത്ഥനാപരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. നിങ്ങളിപ്പോൾ നേരിടുന്ന തടസ്സങ്ങൾക്ക് പ്രധാന കാരണം ശത്രുതകളും നെഗറ്റീവ് എനർജിയാണ്. ഒരു നെഗറ്റീവ് സർക്കിളിനുള്ളിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അത് പൂർണ്ണമായിട്ടും മാറ്റണം. അതിന് നിങ്ങൾക്ക് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആത്മീയതയാണ് നിങ്ങളെ സഹായിക്കുക എന്ന് കാർഡ്സ് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മൈൻഡ് ഹീൽ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെയധികം സക്സസ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നിങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുന്നവർ നാളെ ഒരു കാലത്ത് നിങ്ങളെ കണ്ട് അതിശയപ്പെടും. അതുപോലെ നിങ്ങൾക്ക് നേട്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒറ്റപ്പെട്ടാലും നിങ്ങൾക്ക് ഫാമിലിപരമായിട്ടുള്ള സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രതിസന്ധികളൊക്കെ വൈകാതെ തന്നെ മാറും. നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ വളരെയേറെ മെച്ചപ്പെടും. ഇത്രകാലം ഉണ്ടായിരുന്ന എല്ലാം മാറി നിങ്ങൾക്ക് വളരെ ധനപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ബുദ്ധിപൂർവ്വം വേണം ശത്രുക്കളെയൊക്കെ നേരിടാൻ. ഇല്ലെങ്കിൽ അവർ നിങ്ങളെ പരാജയപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ യൂണിവേഴ്സ് അതിനൊന്നും സമ്മതിക്കില്ല. നിങ്ങൾക്ക് ധൈര്യവും ശക്തിയും അതിനുള്ളത് ഉണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. പ്രതിസന്ധികളെ നേരിടാനുള്ള ശക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അവസരത്തിനനുസരിച്ച് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം. നമ്മളുടെ കാര്യങ്ങളൊക്കെ മറ്റൊരാളുമായിട്ട് അനാവശ്യമായിട്ട് ഷെയർ ചെയ്യാനിടയാവരുത്. നമ്മൾ സക്സസ്സിലേക്ക് പോകുന്നുവെങ്കിൽ പൂർണ്ണമായും ആവശ്യമില്ലാത്ത ടോക്സൊക്കെ ഒഴിവാക്കണം. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്താൽ മതിയാവും. നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുകയും നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും മുന്നോട്ട് പോവുകയും വേണം. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് എല്ലാം നൽകും. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനും ഉണ്ട്. നിങ്ങൾ മൈൻഡ് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എപ്പോഴും സക്സസ് തന്നെയാണ് വരിക. നിങ്ങൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം. ഇത്രയും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. അത് തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. വിജയം നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ സക്സസ് ആവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകട്ടെ. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.